ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ കളറായിട്ടുള്ള ഒരു ഫേസ് ക്രീമിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഫേസിലത്തെ ആ ഒരു ചുളിവും വരകളും പാടുകളൊക്കെ മായ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഫേസ് ക്രീമാണ്. നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ഗ്ലോ ആവാനായിട്ട് കൂടി ഈ ഒരു ക്രീം നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. ചിലരുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വയസ്സായാലും അവരുടെ സ്കിന്നിൽ ഒരു ചുളിവോ വരയോ ഒന്നും ഇല്ലാതെ നല്ല യങ് ലുക്കായിരിക്കും അവരെ കാണാനല്ലേ. ചിലർക്ക് വയസ്സ് കൂടി ആയിട്ടുണ്ടാവില്ല, അപ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക ഒരു ചുളിവും കാര്യങ്ങളൊക്കെ അവർക്ക് വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ മെയിൻ പ്രശ്നം നമുക്ക് കൊളാജിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കൊളാജിൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് ക്രീമിൻ്റെ റെമഡിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീൻ ഫേസ് ക്രീം തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഗ്രീൻ പീസാണ്, നമ്മുടെ പച്ചപ്പട്ടാണി കേട്ടോ. ഈ ഒരു പച്ചപ്പട്ടാണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഒരു പിടിയോളം വേണം. ഇപ്പം എൻ്റെ കൈ അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 40-45 ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 50 ഗ്രാം ആയിട്ടില്ല, 40-45 ഗ്രാം എത്തിയിട്ടുണ്ട്. അപ്പോൾ കൈ മുറുക്കി പിടിച്ചിട്ടല്ല എടുക്കുന്നത്, നമ്മൾ കൂന കൂട്ടി എടുക്കില്ല, ഇങ്ങനെ കൈ കുനിച്ച് കുഴിയാക്കിയിട്ട് എടുക്കുന്ന രീതി ഉണ്ടല്ലോ, ആ രീതിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 40-45 ഗ്രാമോളം നമുക്ക് ഈ ഒരു ഗ്രീൻ പീസ് അങ്ങ് എടുക്കുക കേട്ടോ. ഇതിനകത്ത് ധാരാളമായിട്ട് നമ്മുടെ എന്താ പറയുക ഈ കൊളാജിൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏജിങ് പ്രോസസ്സ് പതുക്കെ ആക്കാനുള്ള കഴിവ് നമ്മുടെ ഈ ഒരു ഗ്രീൻ പീസിന് ഉണ്ട് കേട്ടോ. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ചുളുകളും വരകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് റിമൂവ് ആക്കി തരാനായിട്ടും ഈ ഒരു ഗ്രീൻ പീസിന് കഴിവുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ചെറിയ രീതിക്ക് നിയാസനമായിട്ട് കൂടി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പാടുകളും ചുളിവുകളും വരകളെല്ലാം തന്നെ ക്ലിയർ ആക്കിക്കൊണ്ട് നമ്മുടെ സ്കിൻ എന്നും എപ്പോഴും നല്ല യങ് ലുക്കായിട്ടിരിക്കും. മാത്രമല്ല നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ഈ ഒരു ഗ്രീൻ പീസിൻ്റെ ഫേസ് ക്രീം നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഗ്രീൻ പീസിനെ നന്നായിട്ട് മിക്സി ബൗളിനകത്തിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് അരിച്ച് മാറ്റി ഫിൽറ്റർ ചെയ്തിട്ട്, അതായത് നൈസ് ആയിട്ടുള്ള ആ ഒരു പൗഡറൊന്നും വേണ്ട, ഇതുപോലെ തരിതരിയായിട്ടുള്ള പൗഡർ തന്നെ മതി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ട് ആ കുതിർത്തെടുത്തതിന് വെള്ളം ചേർക്കാതെ അരച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനൊരു ടൈം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് പൊടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൊടിക്കാതെ ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ട് ഒരു 5-6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം ആ ഒരു പീസസൊക്കെ എടുത്ത് നമ്മൾ മിക്സി ബൗളിനകത്ത് ഇട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. എന്നിട്ട് വേണം ആ ഒരു നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ പറയാം, അത് വഴിയെ പറയാം. ഇനി നമുക്കിവിടെ പൊടിച്ചെടുത്തുള്ള ഒരു ഗ്രീൻ പീസ് പൗഡറിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഡിസ്റ്റിൽഡ് വാട്ടറാണ് ചേർക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ നോർമൽ വാട്ടർ ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒത്തിരി അങ്ങ് ഒഴിക്കുന്നില്ല. ഒത്തിരി അങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ആ ഒരു പരുവത്തിൽ കിട്ടില്ല. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നിങ്ങൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കുക. കാരണം നമ്മുടെ ഈ ഒരു പൗഡറിനകത്ത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം നമ്മുടെ പൗഡർ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് ഗ്രീൻ പീസ് കുതിർത്ത് കിട്ടിയാൽ അത്രയും നല്ലത്. അപ്പോൾ ഞാനിവിടെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ പൊടിച്ചിട്ട് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് കൊടുക്കുക. ഇതാകുമ്പോൾ നമുക്ക് 1-2 മണിക്കൂർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത് ടിപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം കുതിർത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഞാനത് അതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്തി ഏകദേശം 1-2 മണിക്കൂർ നേരത്തേക്ക് അങ്ങ് സെറ്റ് ആവാനായിട്ട് വെക്കുകയാണ്. ഇടയ്ക്ക് ഒന്ന് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക, ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകരുത്. കാരണം നമുക്കിതിൻ്റെ ആ ഒരു നീര് വേണം, ജ്യൂസ് വേണം. അപ്പോൾ അതുകൊണ്ട് നല്ല ഡ്രൈ ആയെന്ന് തോന്നുമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വീണ്ടും ഒരല്പം കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ അടച്ച് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നമ്മൾ 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആ ഒരു ഗ്രീൻ പീസിൻ്റെ ഒരു സംഭവം നിങ്ങൾ കണ്ടല്ലോ. ഇനി നമ്മളിത് ഒന്ന് മിക്സി ബൗളിനകത്തിട്ടൊന്ന് അരച്ച് കൊണ്ടുവരണം കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ 2 ടീസ്പൂൺ ഞാനിവിടെ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇച്ചിരി ഡ്രൈ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു നീര് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടി നമുക്ക് ഒരിക്കൽ കൂടി അങ്ങ് അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ച് വന്നതിന് ശേഷം ഞാനിവിടെ അരിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ ഒരു ഗ്രീൻ പീസിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പിഴിഞ്ഞു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച പോലെ നിങ്ങൾക്ക് ഗ്രീൻ പീസിൻ്റെ പൗഡർ തന്നെ മതി കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. നമുക്കത് ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഉതിർന്നു വീഴാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത്രയും നമ്മൾ ഫൈനായിട്ട് പൊടിച്ച് അത് ചലിച്ചെടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഫേസ് പാക്കായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ മിക്ക ആൾക്കാരും അങ്ങനെ അങ്ങ് നിൽക്കത്തൊന്നുമില്ല, ഒരുപാട് ഫൈൻ പൗഡറായിട്ടൊന്നും നിൽക്കത്തില്ല. ഇതുപോലെ അങ്ങ് തരിതരിയായിട്ട് തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കി ഫേസിൽ അപ്ലൈ ചെയ്യും. പക്ഷെ അത് ശരിക്കും ഫേസിൽ നിൽക്കത്തില്ല, ഉതിർന്ന് വീഴും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ആ ഒരൊറ്റ തവണ നമ്മൾ സമയം കണ്ടെത്തി ഒന്ന് മെനക്കെട്ട് നിന്നാൽ മാത്രം മതി. ബാക്കി എല്ലാ ദിവസവും നമുക്കിതങ്ങ് ഫ്രിഡ്ജിൽ അങ്ങ് സ്റ്റോർ ചെയ്തിട്ട് അങ്ങ് എടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതിയാകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്രീം ബേസ്ഡിലായിട്ട് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഷംനൂസ് ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ നോർമൽ അലോവേറ ജെല്ലാണ്.
2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക. നല്ലവണ്ണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഞാനൊരു ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണോ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു ഓയിൽ നിർബന്ധമായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നാണ്. അല്ലാത്ത പക്ഷം ഇത് ചേർക്കാൻ യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഓയിൽ ടു ആ ഒരു നോർമൽ സ്കിന്നുകാർക്കൊന്നും ഓയിൽ ചേർക്കുന്ന ഒരു നിർബന്ധവും ഇല്ല. ഡ്രൈ സ്കിന്നുകാർ മാത്രം ഇതിനകത്തേക്ക് ഓയിൽ ചേർക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അങ്ങ് വലിച്ച് അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫേസ് ക്രീം പാക്ക് പോലെയാണ് അപ്ലൈ ചെയ്യുന്നത്, ക്രീം പോലെ അങ്ങ് ലീവ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൂടി നിങ്ങൾ നോട്ട് ചെയ്യുക. ഒത്തിരി നേരം നമുക്കിത് വെക്കാൻ പറ്റില്ല. നിങ്ങളുടെ സ്കിന്ന് എപ്പോഴാണ് നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ നല്ല ടൈറ്റൻ ആയിട്ട് നമുക്ക് പറ്റുന്നില്ല, നല്ല രീതിക്ക് ടൈറ്റൻ ആവണമെന്ന് തോന്നുന്നു, ആ സമയത്ത് നിങ്ങൾക്ക് കഴുകിക്കളയാം. ഓക്കെ, അല്ലാതെ പക്ഷെ നമുക്ക് മാക്സിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മുടെ ഫേസിൽ വെക്കാനായിട്ട് നോക്കുക. എന്നതിന് ശേഷം കഴുകിക്കളയാം. അതല്ല നിങ്ങൾക്ക് ടൈറ്റായിട്ട് നല്ല ടൈറ്റായിട്ട് ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ആ നേരം പോയിട്ട് നിങ്ങൾക്ക് ഇത് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇത് ഫ്രിഡ്ജിനകത്ത് വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. നമുക്കൊരു 1 വീക്ക് വരെയൊക്കെ തന്നെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെയിലി ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.